ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യം. ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. ഭോഷനായ ധനികനെ കുറിച്ച് ജനക്കൂട്ടത്തോട് പറയുമ്പോൾ ഈശോ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, ജാഗ്രതയോടുകൂടി ഇരിക്കണം, എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ ആഗ്രഹങ്ങള് തെറ്റാണ് എന്ന് ഈശോ പറയുന്നത്. പക്ഷെ ഈ ആഗ്രഹം അത്യാഗ്രഹമായിട്ട് മാറുമ്പോഴാണ് നമ്മുടെ ജീവിതം പലപ്പോഴും തെറ്റിന് അടിമപ്പെട്ടു പോകുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ട ധനം നമുക്ക് വേണം. പക്ഷേ ഈ ധനത്തോട് അമിതമായ താല്പര്യം തോന്നുമ്പോൾ ഈ ഭോഷനായ ധനികനെ പോലെ ഈ ധനം നേടാനായിട്ട് എന്തും ചെയ്ത് അത് കുന്നുകൂട്ടി വെക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഇതുകൊണ്ട് ഒരു പ്രയോജനവും നിന്റെ ജീവിതത്തില് ഇല്ല എന്ന്. അത്യാഗ്രഹം തോന്നുമ്പോൾ ജീവിതം പരാജയത്തിലേക്ക് പോവുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം, നമുക്ക് ഈ ആഗ്രഹമാണോ അതോ അത്യാഗ്രഹമാണോ നമ്മുടെ ജീവിതത്തിൽ കൂടുതലുള്ളത്? പലപ്പോഴും ആഗ്രഹങ്ങളെക്കാൾ ഉപരി അത്യാഗ്രഹങ്ങള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അത് നേടിയെടുക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. ഇഷ്ടംപോലെ പണം നമ്മളിങ്ങനെ സമ്പാദിച്ചു വെക്കുന്നുണ്ട്, കുന്നുകൂട്ടി വെക്കുന്നുണ്ട്, വളരെ നൈമിഷികമായ നമ്മുടെ ഈ ലോക ജീവിതം. എന്നാണ് ദൈവം എന്നെ തിരിച്ചു വിളിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഭോഷനായ ധനികനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലേ, ഈ രാത്രിയിൽ നിന്നെ ഞാൻ തിരിച്ചു വിളിച്ചാല് നീ ഈ സംഭരിച്ചു വെച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? എന്ത് പ്രയോജനമാണ് ഇവ കൊണ്ട് നിനക്കുള്ളത്? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ അത്യാഗ്രഹത്തോടുകൂടി ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ആ ഓട്ടം നിർത്തുവാനായിട്ട്, ആഗ്രഹങ്ങള് ജീവിതത്തിന് വേണ്ടത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവയ്ക്ക് വേണ്ടി മാത്രം പരിശ്രമിക്കുവാനായിട്ട്, ഒന്നിനെയും അമിതമായി ആഗ്രഹിച്ചുകൊണ്ട് അത്യാഗ്രഹത്തോടുകൂടി അവ നേടിയെടുക്കാനായിട്ട് നെട്ടോട്ടം ഓടാതെ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചതിന് നന്ദി പറഞ്ഞതുകൊണ്ട് കിട്ടാത്തതിനെ ഓർത്ത് നിരാശപ്പെടാതെ കിട്ടിയതിനെ ഓർത്ത് സന്തോഷിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട്, എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.